പാക് പിന്തുണയുള്ള ഭീകരവാദത്തെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ രൂപീകരണം കോൺഗ്രസിൽ പുതിയ യുദ്ധത്തിന് വഴി തുറക്കുന്നു. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തിരുവനന്തപുരം MP ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. അതേസമയം പ്രധാന സംഘത്തിന്റെ നായകനായി തരൂരിനെ BJP നേരിട്ട് ഉൾപ്പെടുത്തി. ഇതോടെ തരൂരും കോൺഗ്രസ് ദേശീയ നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുറന്നുകാട്ടുന്നതായി സംഭവം മാറി. പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടിരുന്നു. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. പാർട്ടി നിർദ്ദേശിക്കാത്ത തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയോഗിച്ചതിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തിയിലാണ്. മൊത്തം 7 പ്രതിനിധി സംഘങ്ങളെയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുക. പഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യ പാക് വെടിനിർത്തൽ വരെയുള്ള നിർണായക സംഭവങ്ങളും വിശദീകരിക്കുകയാണ് ദൗത്യം. ഈ മാസം 22 മുതൽ അടുത്ത മാസം പകുതി വരെ നീളുന്നതാകും പര്യടനം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള MP-മാരും മുൻ മന്ത്രിമാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘങ്ങളാകും വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുക. US, UK എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ ശശി തരൂരാകും നയിക്കുകയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. തരൂരിന് പുറമെ ബൈജയന്ത് പാണ്ഡ, രവിശങ്കർ പ്രസാദ്, സഞ്ജയ് ഝാ, ശ്രീകാന്ത് ഷിൻഡെ, കനിമൊഴി, സുപ്രിയ സുലെ എന്നിവരാകും മറ്റ് സംഘങ്ങളെ നയിക്കുക. കേരളത്തിൽ നിന്നും ശശി തരൂരിനെ കൂടാതെ ജോൺ ബ്രിട്ടാസ്, AT മുഹമ്മദ് ബഷീർ, V മുരളീധരൻ എന്നിവരും പ്രതിനിധി സംഘത്തിലുണ്ട്. സർവകക്ഷി സംഘത്തെ തിരഞ്ഞെടുത്തതിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. പരസ്പര വിശ്വാസത്തോടെ പോകേണ്ട സമയമാണെന്നും സർക്കാർ നീക്കം ആശ്ചര്യപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നൽകിയ പ്രതിനിധികളുടെ പേരിൽ മാറ്റമുണ്ടാവില്ലെന്നും തങ്ങളോട് പേരുകൾ ചോദിച്ചിട്ട് പ്രഖ്യാപിക്കാതിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സത്യസന്ധതയില്ലായ്മയാണെന്നും ജയറാം രമേശ് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടിന് വിരുദ്ധമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന് തരൂരിനെ കോൺഗ്രസ് താക്കീത് ചെയ്തുവെന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ തരൂർ ഇത് നിഷേധിച്ചു. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് നിർദ്ദേശിക്കാതെ തന്നെ തരൂരിനെ കേന്ദ്ര സർക്കാർ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. വിദേശകാര്യം പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ശശി തരൂർ. നേരത്തെ നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ നിലപാട് കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതേസമയം പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം ബഹുമതിയായി കണക്കാക്കുന്നുവെന്ന് തരൂർ പ്രതികരിച്ചു. രാജ്യത്തിന്റെ പ്രശ്നത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. വിവാദം കോൺഗ്രസിനും സർക്കാരിനുമിടയിലാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് തന്റെ കഴിവിലും കഴിവില്ലായ്മയിലും വ്യത്യസ്തമായ അഭിപ്രായം കാണും. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ കഴിയില്ലെന്നും തരൂർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.